നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെള്ളിയാഴ്ച 25,100 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. സെൻസെക്സിനെ സംബന്ധിച്ചും 1000 പോയിന്റിലധികം നേട്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. 82,408 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. 25,112 എന്ന റേഞ്ചിൽ നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ വിപണിയെ സംബന്ധിച്ച് ഇനി നമ്മൾ ആശങ്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ജൂൺ 13-ാം തീയതി ആരംഭിച്ച ഈ ഒരു സംഘർഷം ഇന്നിപ്പോൾ 23-ാം തീയതി 10ാമത്തെ ദിവസത്തിലും ശക്തമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വഷളാകുന്ന സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. US-ന്റെ ആക്രമണം ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം വീണ്ടും കൂടുതൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ US-ന്റെ ഭാഗത്ത് നിന്നും ഇറാനിലുണ്ടായിട്ടുള്ള ആക്രമണത്തിന് ബദലായിട്ട് അല്ലെങ്കിൽ മറുപടിയായിട്ട് വീണ്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇസ്രായേലിൽ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുന്ന അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. സോ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതിനാൽ തന്നെ വെള്ളിയാഴ്ചത്തെ ആ ഒരു നേട്ടം വിപണിയെ സംബന്ധിച്ച് ഇനി എത്രത്തോളം നിലനിർത്താൻ പറ്റുമെന്നുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയായിരിക്കണം നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഏഷ്യൻ വിപണികൾ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. US ഫ്യൂച്ചേഴ്സ് ഇന്നത്തെ ഒരു കഴിഞ്ഞൊരു സെഷനിൽ US ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചും ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ നൽകിയിരിക്കുന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അനലിസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 25,000 എന്നൊരു ലെവലിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലായിട്ടും ഉള്ളത് എന്ന് തന്നെയാണ്. ഇനി FISന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു മെയ് മാസത്തിൽ ഒരു ഇൻഫ്ലോ 19,860 കോടി രൂപയുടെ ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചെങ്കിലും ജൂണിലെ കണക്കുകൾ നോക്കുമ്പോൾ 4,192 കോടി രൂപയുടെ ഒരു വിറ്റഴിക്കലാണ് FISന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച FIS വീണ്ടും ഒരു ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 7,940 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. DIS 3,049 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഘർഷം അതിക്രമിക്കുന്ന അല്ലെങ്കിൽ കൂടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും FISനെ സംബന്ധിച്ച് ഇത്തരം ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ കൂടുതൽ സെൻസിറ്റീവ് ആകുമെന്ന് തന്നെയാണ് ജിയോജിത്തിൽ അനലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ VK വിജയകുമാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂവ്മെന്റും ഒപ്പം US ബോണ്ട് ഈൽഡിനെയും ഒക്കെ ആശ്രയിച്ചിട്ടായിരിക്കും FIS സെന്റിമെന്റ്സ് നിയർ ടേമിലേക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ നമ്മുടെ US വിപണിയുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ S&P 500 തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലും ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 0.51% നഷ്ടം രേഖപ്പെടുത്തി. S&P 500 0.22% നഷ്ടത്തിൽ 5,967 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. നാസ്ഡാക്ക് 19,447 എന്നൊരു ലെവലിലുമാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് ആയിട്ട് 42,206 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫ്യൂച്ചേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 350 പോയിന്റിന്റെ നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോഴും 100 പോയിന്റോളം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് 350 പോയിന്റിന്റെ നഷ്ടത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ആ ഇനിഷ്യലുള്ള ലോസസിൽ നിന്ന് നേരിയ റിക്കവറി രേഖപ്പെടുത്താൻ സൂചികകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് നോട്ടിൽ വ്യാപാരം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ജപ്പാന്റെ നിക്കി 225.58% ഒരു നഷ്ടത്തിലാണ് തുടങ്ങിയിരുന്നത്. സൗത്ത് കൊറിയയുടെ കോസ്പി 1.16% നഷ്ടവും തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ക്രൂഡ് ഓയിൽ വില ശക്തമായിട്ട് കുതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിരുന്നു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 2.44% ഒരു നേട്ടത്തിൽ ബാരലിന് 78.89 എന്ന റേഞ്ചിലാണ് തുടക്കത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. വെസ്റ്റ് ടെക്സാസ് 2.53% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇരു കോൺട്രാക്ട്സും തുടക്കത്തിൽ ആദ്യം മിനിറ്റുകളിൽ 3% ഒരു
കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡ് 80 ലെവൽ മറികടന്ന് ബാരലിന് 81.4 എന്ന റേഞ്ചിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിൽ കണ്ടത്. പക്ഷെ ആ ഒരു തുടക്കത്തിലെ നേട്ടം കൈവിട്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു ഉയർന്നു തന്നെയാണ് ബ്രെന്റ് ക്രൂഡ് വ്യാപാരം ചെയ്യുന്നത്. സോ ഇത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ തുടരുമ്പോൾ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം നൽകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 150ഓളം പോയിന്റിന്റെ ഒരു നഷ്ടത്തിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 24,976 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകി കഴിഞ്ഞാലും എങ്ങനെ നമുക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഒരു റിക്കവറി പോസിബിൾ ആണോ എന്ന് തന്നെയാണ് നിക്ഷേപകരും ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനലിസ്റ്റുകൾ കൂടുതലും വ്യൂ നൽകിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു തുടർന്നത്. അതിനാൽ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് 25,000 എന്നുള്ള ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചതിനാൽ തന്നെ 25,100 എന്നുള്ള ലെവലിന് മുകളിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചതിനാൽ തന്നെ 25,250 എന്നൊരു റെസിസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റൊരു അനലിസ്റ്റ് പറയുന്നത് 25,500 എന്നുള്ള ഒരു സോണിൽ തന്നെ ആയിരിക്കും കൂടുതൽ ഒരു മൊമെന്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ 24,700 എന്നുള്ളൊരു സൈഡിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്നും അനലിസ്റ്റുകൾ ബജാജ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നുണ്ട്. 24,500 24,400 എന്നുള്ളൊരു സോണിൽ അടുത്തൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഇനി HDFC സെക്യൂരിറ്റീസ് നാഗരാജ് ഷെട്ടി 25,250 എന്നൊരു റെസിസ്റ്റൻസ് പറയുമ്പോൾ ഡൗൺ സൈഡിൽ 24,900 എന്നുള്ള ഒരു റേഞ്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 25,900 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺസോളിഡേഷൻ ആണ് തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൈ ഓൺ ഡിപ്സ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നും കൂടിയും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറയുന്നതും നിഫ്റ്റിയെ സംബന്ധിച്ച് 24,850 നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്നാണ്. 24,850 എന്നൊരു ലെവലിന് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈ ഓൺ ഡിപ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നതാണ്. ഹയർ സൈഡിൽ 25,350 റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇന്നത്തെ വിപണിയിൽ സ്വീകരിക്കേണ്ടത്. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നമുക്ക് നോക്കാം. IT സ്റ്റോക്സ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. IT സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അതോടൊപ്പം തന്നെ ONGC അടക്കമുള്ള ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സുകളൊക്കെ നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പെയിന്റ് സ്റ്റോക്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ടയർ സ്റ്റോക്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് HPCL, BPCL പോലുള്ള കമ്പനീസ് ഒക്കെ തന്നെ ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. IT സ്റ്റോക്സിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം അക്സെഞ്ചറിന്റെ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് 6 മുതൽ 7% ഒരു ഫുൾ ഇയർ റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ അക്സെഞ്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് IT കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് തന്നെയാണ്. കാരണം ഇതിനു മുൻപ് 5 to 7% ഒരു ഗൈഡൻസ് ആയിരുന്നു അവർ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫോറക്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനിക്ക് മാറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ന്യൂ ബുക്കിംഗ്സ് 6% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓഹരിയെ സംബന്ധിച്ച് 7% ഒരു നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അപ്ഡേഷൻസിന് പിന്നാലെ നമുക്ക് IT സ്റ്റോക്സുകളൊക്കെ തന്നെ ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയെ സംബന്ധിച്ച് 511 കോടി രൂപയുടെ മറ്റൊരു കരാറിന് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ISROയിൽ നിന്നുമാണ് ഈ ഒരു കരാർ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഫോക്കസിൽ വയ്ക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിക്ക് ഡിഫൻസിൽ നിന്നും വീണ്ടും 585 കോടി രൂപയുടെ ഓർഡർ
ജൂൺ 5-ന് ശേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ബുക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഓഹരി. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നിലവിലെ സോളാർ EPC ഓർഡറിന്റെ കരാർ മൂല്യം വർദ്ധിപ്പിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. 246.92 കോടി രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ടോട്ടൽ പ്രൊജക്ട് വാല്യൂ 1480 കോടി രൂപയായിട്ട് വർദ്ധിച്ചു എന്ന് കമ്പനി അറിയിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി ഇപ്പോൾ ഫണ്ട് റൈസിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് റൈസിംഗ് നടത്തുക. ഇതിനു മുൻപ് 2025 സാമ്പത്തിക വർഷത്തിലും ഇത്തരത്തിൽ 2690 കോടി രൂപ കമ്പനി സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. 10-year ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂപ്പൺ റേറ്റ് 7.5% അത്തരത്തിൽ ഇത്തവണ 5000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് RBIയുടെ ഒരു പെനാൽറ്റി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 29.6 ലക്ഷം രൂപയാണ് പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ ബാങ്ക് ചുമത്തിയിരിക്കുന്നത്. ഗ്രാനുവൽസ് ഇന്ത്യയാണ് മറ്റൊരു കമ്പനി. കമ്പനിക്ക് USFDA ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോം 483 ഒബ്സർവേഷൻ കൺക്ലൂഡ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. LT ഫുഡ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഇപ്പോൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് 340% കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഇപ്പോൾ ചുമത്തി എന്ന അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇത് കമ്പനിക്ക് വളരെയധികം ഒരു സമ്മർദ്ദം ചെലുത്തുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് നിയർ ടേമിലേക്ക് അവരുടെ വരുമാനത്തെയും മാർജിനെയൊക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. സോ LT ഫുഡ്സ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ് മറ്റൊരു കമ്പനി. കമ്പനിയുടെ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ 24 രൂപയാണ് കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് നൽകാൻ തീരുമാനിച്ചിരുന്നത്. വിമാർട്ടും ഇത്തരത്തിൽ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കാരണം വിമാർട്ടിനെ സംബന്ധിച്ച് ബോണസ് ഷെയർസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽക്കാണ് അതിൻ്റെ ബോണസ് ആരംഭിക്കുന്നത്. സോ നമുക്ക് വിമാർട്ടും ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് നോക്കാം. ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതാണ്. അതിൽ BEMLന്റെ ഓഹരിയിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 4639 രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ്. 4936 രൂപയാണ് ടാർഗറ്റായിട്ട് വെക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 4495 രൂപയാണ്. ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ 309 രൂപയ്ക്ക് മുകളിൽ ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 328 രൂപ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 300 രൂപയാണ്. ഇതും ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിമാർട്ടിന്റെ ഓഹരിയിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 4300 രൂപയ്ക്ക് മുകളിലാണ് പൊസിഷൻ എടുക്കേണ്ടത്. 4040 രൂപയാണ് ടാർഗറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 4800 to 4900 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ചോയ്സ് ബ്രോക്കിങ്ങിലെ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 1902 രൂപയ്ക്ക് മുകളിലാണ് പൊസിഷൻ എടുക്കേണ്ടത്. 2200 രൂപ മുതൽ 2250 രൂപ ആ റേഞ്ചിലാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 1750 ആണ്. ഇതും ഷോർട്ട് ടേമിലേക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് അല്ല പറയുന്നത്. ഷോർട്ട് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ചോയ്സ് ബ്രോക്കിങ്ങിലെ റിസർച്ച് അനലിസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. BSE ആണ് മറ്റൊരു സ്റ്റോക്ക്. BSEയിൽ നമുക്ക് 2688 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 2500 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 3100 to 3200 രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ചോയ്സ് ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകൾ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡസ് ടവേഴ്സിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 404 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇതിൽ പൊസിഷൻ എടുക്കാം. 430 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 389 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത്. LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള രൂപക്തയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നവ എന്ന സ്റ്റോക്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 565 രൂപയ്ക്ക് മുകളിലാണ് പൊസിഷൻ എടുക്കേണ്ടത്. 539 രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. 600 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. LKP സെക്യൂരിറ്റീസിലെ രൂപക്തയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. CDSL ആണ് മറ്റൊരു സ്റ്റോക്ക്. ഇതിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്.
1900 രൂപയാണ് ടാർഗറ്റായിട്ട് പരിഗണിക്കേണ്ടത്. 1629 രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.